ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് വളരെ റേറ്റ് കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വില്ലയാണ്. ഒരു 55 ലക്ഷത്തിന്റെ ആണ് ഈ കാണുന്ന വീട് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഇത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായിട്ടാണ്. നമുക്ക് ഇവിടെ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും 4 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്ക് ഇവിടെ നിന്ന് ഇൻഫോ പാർക്ക്, അതുപോലെ കാക്കനാട് കളക്ടറേറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ വെറും 10 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിലേക്ക് വെറും 13 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഏറ്റവും എളുപ്പം നമുക്ക് ഇവിടെ നിന്നും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാനായിട്ടാണ്. വെറും 15 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് നമുക്ക് നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു വീടാണ്. 55 ലക്ഷം 55 ലാക്സ് ആണ് ഇതിന്റെ പ്രൈസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു വില്ലയാണ്. നമുക്ക് ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് ഏകദേശം 12ഓളം വില്ലകളാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വില്ല മാത്രമാണ് അതിപ്പോൾ സെയിലിനായിട്ടുള്ളത്. അതും ഈ ഒരു ബഡ്ജറ്റാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സെയിലായി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. നമുക്ക് ടാർ റോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന വില്ലകളിലേക്ക് വരുന്ന ഈ ഒരു റോഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴി വന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു വില്ലയുടെ ഫ്രണ്ടിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വീടിന്റെ കാർ പോർച്ചിനകത്ത് ഒരു കാർ പാർക്ക് ചെയ്യാം. അതുകൂടാതെ നമ്മുടെ വീട്ടിലേക്ക് മറ്റൊരു കാർ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുള്ള ആ കാണുന്ന സ്പേസിൽ നമുക്കത് പാർക്ക് ചെയ്യാം. ബിക്കോസ് അവിടെ നിന്ന് അങ്ങോട്ട് വേറെ വഴികളൊന്നുമില്ല, വേറെ വില്ലകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതൊരു ഡെഡ് എൻഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു എക്സ്ട്രാ വെഹിക്കിൾ കൂടി നമുക്ക് അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഗേറ്റും മതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് മതിലൊക്കെ ചെയ്തിരിക്കുന്നത്. മതിലിന്റെ ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിൽ ജാളി വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഗേറ്റ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിൽ, ഒരു സൈഡ് എന്നല്ല, ഗേറ്റ് കംപ്ലീറ്റ്ലി സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലേഴ്സിലൊക്കെ വന്നിട്ട് ഭംഗിയുള്ള 2 ലൈറ്റൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ ടോട്ടലി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, വൈറ്റ് കളറാണ് മെയിൻ ആയിട്ട് പെയിന്റ് ഇവരെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു ലൈറ്റ് ഗ്രേ കളറിലുള്ള കുറച്ച് ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വീടിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇതിന്റെ എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തോട്ട് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പോർച്ചിലാണ്. ഈ കാണുന്ന കവേർഡ് കാർ പോർച്ചിൽ നമുക്ക് ഒരു വെഹിക്കിൾ, ഒരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ലഭിക്കുന്നത്. പുറത്തുള്ള ആ സ്പേസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ കാണുന്ന ഒരു വീട്ടിൽ കിട്ടുന്നത്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഇവിടെ നിന്നൊക്കെ ധാരാളം സ്പേസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമ്മളുടെ ഈ വീടിന്റെ വർക്ക് കഴിഞ്ഞ കുറച്ച് പെയിന്റിന്റെ ബക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ അതൊക്കെ കൂടെ ജസ്റ്റ് ഒന്നൊരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ ഇതുപോലൊരു ഇത് പെട്ടെന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇത് എന്താണെന്ന് വിചാരിക്കാതെ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വീടിനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ അവർ ചെറിയൊരു പ്ലാന്റ് ഇവിടെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഈ ഒരു കാർ പോർച്ചും അതിന് സറൗണ്ടിങ് വരുന്ന ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ വരുന്ന ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, വീടിന്റെ ബാക്ക് സൈഡും ഫ്രണ്ടും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവർ ഇതുപോലെ തന്നെ ഭംഗിയുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീടിന്റെ ചുറ്റിനും ആളുകൾക്ക് നടന്നു പോകാനുള്ള സ്പേസ് നല്ല രീതിയിൽ തന്നെ ഇട്ടിട്ടാണ് അവർ ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീടിന്റെ ബാക്ക് സൈഡ്, ഇവിടെയൊക്കെ ആയിട്ടാണ് കിച്ചണിന്റെ ഡോറ് വരുന്നത്. അതിലൂടെയാണ് നമ്മൾ ചുറ്റി വരുന്നത്. നിങ്ങൾക്കറിയാം, മാർബിൾ ഹോംസ് മാത്രമാണ് ഒരു വീടിന്റെ എല്ലാ കോർണേഴ്സും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കവർ ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു വീടിന്റെ ഫ്രണ്ടിലൂടെ മാത്രം കടന്നു പോകുന്നതല്ല, നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീടിന്റെ നമുക്ക് ഫ്രണ്ട് കാണുന്നത് പോലെ തന്നെയാണ് നമുക്ക് വീടിന്റെ ബാക്ക് സൈഡും ഒക്കെ എങ്ങനെയാണെന്ന് അറിയേണ്ടത്. അപ്പൊ അതെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ചാനലിൽ കാണിക്കാറുള്ളത്.
നമുക്കിനി അറിയേണ്ടത് ഈ വീട്ടിലേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിന്റെ കാര്യങ്ങളാണ്. നമുക്കിവിടെ KWയുടെ വാട്ടറാണ് നമുക്കിവിടെ യൂസേജിനായിട്ട് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് ഏകദേശം ആലുവയ്ക്ക് അടുത്ത് വരുന്നത് കൊണ്ട് നമുക്ക് ആലുവയിൽ നിന്നാണ് വാട്ടർ പമ്പിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഡെയിലി നല്ല വാട്ടർ കിട്ടുന്ന ഒരു സ്ഥലത്തു കൂടിയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി വീടിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കാർ പോർഷന്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് നോക്കിയാലും കാണാം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വുഡൻ പോലെ തോന്നിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് കാർ പോർച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാർ പോർച്ചിന്റെ മുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിറയെ LED ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് ഇതിന്റെ പോർച്ച് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പില്ലർ വന്നിട്ട് നമുക്ക് കാണാം സിറ്റ് ഔട്ടിലേക്കുള്ള പില്ലറാണ്. ഇതാണെങ്കിലും ഭംഗിയുള്ള ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് അവരെ മനോഹരമാക്കിയിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് എലിവേഷൻ അവരെ ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ കാണുന്നത് വീടിന്റെ മെയിൻ ഡോർ ആണ്. ഇത് ആക്ച്വലി ഒരു 2 പീസ് ആയിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡോറിന്റെ പാറ്റേൺ വരുന്നത്. ഈ ഒരു ഡോർ തുറന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പൊ നമുക്ക് ലിവിംഗ് സ്പേസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഈ കാണുന്ന വീടിന്റെ ഫ്രണ്ട് ഡോർ ഫേസ് ചെയ്യുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. ഇതിന്റെ ഡോറ് നമുക്ക് വീടിന്റെ ഡോറിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. അപ്പൊ നമ്മൾ വീടിന് തിരിച്ച് ഇതിന്റെ ലിവിംഗ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ 2 ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇവിടെ വിൻഡോസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസിന്റെ ബാക്കിയുള്ള പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലെല്ലാം കോൺക്രീറ്റ് അല്ലാതെ അത് കംപ്ലീറ്റ് ആയിട്ട് അവർ കവർ ചെയ്ത് നല്ല വുഡൻ ഫ്രെയിം ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല വർക്കുകളൊക്കെ വരുന്ന രീതിയിൽ മൾട്ടിവുഡ് കൊണ്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനുള്ള മെയിൻ സ്പേസ് കൂടാതെ താഴെയും 2 ഡ്രോ ഫെസിലിറ്റി കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ഓപ്പൺ ഷെൽഫുകളിലെല്ലാം തന്നെ LED ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് TV യൂണിറ്റിന്റെ ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലോട്ട് നോക്കുവാണെങ്കിലും അത്യാവശ്യത്തിന് ഭംഗിയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോറിലേക്ക് നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന രീതിയിലുള്ള ടൈലാണ് ഫ്ലോറിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന എൻട്രൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം TV യൂണിറ്റിന്റെ കണ്ടിന്യൂഷൻ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള വുഡൻ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ വളരെ വലിയ വിശാലമായ ഡൈനിങ് സ്പേസിലാണ്. നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഇവിടെ ഡൈനിങ് സ്പേസിനായിട്ട് കിട്ടുന്നത്. ഒരു 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് നമുക്ക് ഈ ലെങ്ത് ആയിട്ടുള്ള ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഈ ഡൈനിങ് ഹാളിൽ വന്നിട്ട് നമുക്ക് 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഭംഗിയുള്ള വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് ഓപ്പൺ ചെയ്യാനും വലിയ ഓപ്പണിങ്സും ഒക്കെ വരുന്ന രീതിയിൽ പല പല അളവുകളിലുള്ള ഓപ്പണിങ്സ് ആണ് ഈ കാണുന്ന 2 വിൻഡോസിലും അവർ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഡൈനിങ് സ്പേസിന്റെ ആ ഒരു റൂഫ് കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ അവർ കവർ ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ റൂഫിലും ഭംഗിയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏകദേശം പകുതി ഭാഗത്തോളം നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഏരിയ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ടോപ്പ് എൻഡ് ആണ് വിസിബിൾ ആയിട്ടുള്ളത്. ഡൈനിങ് സ്പേസിൽ നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ വാഷ് ബേസിൻ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് കൗണ്ടർ വരുന്നത്. സെറയുടെയാണ് വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയയിൽ മൾട്ടിവുഡ് കൊണ്ടുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് വാഷ് ബേസിന്റെ ഏരിയ അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. മുകളിലെയും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് ഓപ്പണിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന സൈഡ് വോളുകളെല്ലാം തന്നെ മൾട്ടിവുഡ് കൊണ്ട് ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു മിറർ ഫെസിലിറ്റി കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ താഴത്തെ ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂം ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് താഴത്തെ ബെഡ്റൂം ആണ്. അതിന്റെ ഡോർ വന്നിട്ട് ഈ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് ലഭിക്കുന്ന രീതിയിൽ തന്നെ ഒരു വലിയ ബെഡ്റൂം ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ആ വോളിലുമായിട്ടാണ് നമുക്ക് വിൻഡോസ് വരുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനിലാണ് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഒരു ഭാഗത്തായിട്ട് മിറർ ഫെസിലിറ്റി, ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെങ്കിലും ഭംഗിയുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിലുള്ള ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ കളറിൽ ഡിസൈൻ വരുന്ന രീതിയിലുള്ള ടൈലാണ് ബാത്റൂമിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്.
നമ്മൾ ഇവിടുത്തെ ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയൊക്കെയുള്ള ഭാഗങ്ങൾ അവർ നല്ല രീതിയിൽ തന്നെ കബോർഡുകളായിട്ടൊക്കെ തിരിച്ച് ഡോർ ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്താണ് ഇൻവെർട്ടർ ഒക്കെ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നത്. അത് കഴിഞ്ഞാലും വീണ്ടും നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒരുപാട് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്നിട്ടാണ് നമ്മളുടെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചൺ വന്നിട്ട് ഓപ്പൺ കിച്ചൺ മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ കേസ് നമുക്കത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനുള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ വുഡൻ ഫ്രെയിമുകളൊക്കെ കൊടുത്തിട്ട് ഓപ്പൺ കൗണ്ടേഴ്സും നമുക്ക് തന്നിട്ടുണ്ട്. കിച്ചണിന്റെ അകത്ത് വരുന്ന സമയത്ത് നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ടും ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫ് ഫെസിലിറ്റി പോലെ ഒരു ഓപ്പൺ ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. കിച്ചണിനകത്തേക്ക് വരുന്ന സമയത്ത് ഫ്ലോർ വന്നിട്ട് ഒരു വുഡൻ കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഗ്രിപ്പോട് കൂടിയ ടൈൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് വൈറ്റ് തന്നെയാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ബേസ് ഒക്കെ വന്നിട്ട് വൈറ്റ് ആണ്. ഇതിന്റെ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ വന്നിട്ടാണെങ്കിലും ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു റൂഫ് വന്നിട്ടാണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ കണ്ടിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു കിച്ചണിന്റെ ഒരു ഡോർ ആണിതെന്ന്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഓപ്പൺ സ്പേസ് ആണ് ലഭിക്കുന്നത്. അപ്പൊ അവിടെയെല്ലാം തന്നെ ഫുൾ ആയിട്ട് ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൂഫ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഭംഗിയുള്ളൊരു വർക്ക് ചെയ്ത സ്പേസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീടിന്റെ താഴെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഈ കാണുന്ന ഈ പടികളെല്ലാം തന്നെ നമുക്കൊരു ഗ്രേ കളറുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകൾ ഇട്ടിട്ടാണ് മുകൾ ഭാഗം വരെ കംപ്ലീറ്റ് അവർ ചെയ്ത് സേഫ് ആക്കിയിരിക്കുന്നത്. നമ്മൾ ഈ നടന്നു പോകുന്ന വഴികളെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ ഇവിടേക്കായിട്ട് ചെറിയ ഭംഗിയുള്ള സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ മുകളിലേക്ക് ഭാഗത്ത് കയറി ഇവിടെ വന്നിട്ട് ഈ ഒരു പോർഷനിൽ നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കയറി വന്ന വഴിയുടെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഓപ്പണിങ്സ് കാണാം. അതൊക്കെയാണെന്നുണ്ടെങ്കിലും പെർഗോള മോഡലിലാണ് അവർ ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് നമ്മൾ കയറി നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു ചെറിയ ഹാളാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് ഒക്കെ വെക്കാനുള്ള ആ ഒരു അറേഞ്ച്മെന്റ് അവർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് TV യൂണിറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പവർ പ്ലഗ് ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മളുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് TV യൂണിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്തും മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. റൂഫ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് വിൻഡോസ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഡോറ് കാണാം. ഈ ഒരു ഡോറ് നമ്മൾ നേരെ തുറന്നു വരുന്നത് ഇവിടുത്തെ ഇങ്ങനെ ഒരു സ്പേസ് ആണ്. ഇതാണ് നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ അവർ നല്ല രീതിയിൽ ഷീറ്റ് ഒക്കെ ഇട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പൈപ്പ് കണക്ഷൻ, വേസ്റ്റ് വാട്ടർ പോകാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കൂടിയാണ് കാണാനുള്ളത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നതിനെ ഫേസ് ചെയ്തിട്ട് നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഏകദേശം ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇതാണെന്ന് തന്നെ നമുക്ക് പറയാം. ബിക്കോസ് ഇത് വലിയൊരു സ്പേസിലാണ് ഈ കാണുന്ന ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിനകത്ത് നമുക്ക് ഈ ഭാഗത്തായിട്ട് കുറച്ച് വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയും നമുക്ക് വിൻഡോസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ്സ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലെ കോമ്പിനേഷനിലാണ് മിററുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിലും LED ലൈറ്റ് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇതിന്റെ റൂഫ് വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നമ്മളുടെ ഈ നിൽക്കുന്ന മെയിൻ ഏരിയ കഴിഞ്ഞാൽ കുറച്ച് ഭാഗം ഒരു പാസേജ് പോലെ കൊടുത്തിട്ട് ഇവിടെയും ഒരു കുറച്ച് ഡ്രോപ്പ് ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളറിലെ കോമ്പിനേഷനാണ് ടൈലുകൾക്ക് വോളിലും ഫ്ലോറിലും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ ഫൈനൽ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്, ബെഡ്റൂമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വിൻഡോസ് കിട്ടുന്നത്. അതുകൂടാതെ ഇവിടെയും എക്സ്ട്രാ കുറച്ച് വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫ് വന്നിട്ടാണെങ്കിലും പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ കുറച്ച് സ്പേസ് വന്നിട്ട് ഇവിടെയും നമുക്ക് ഇതുപോലെ ചെറിയൊരു കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് എല്ലാം തന്നെ സെയിം ആണ്, വൈറ്റ് ആൻഡ് ഗ്രേ കളർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ് കാണാനുള്ളത്. ഈ ബെഡ്റൂമിൽ നിന്ന് ഡോർ തുറക്കുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. താഴെ നിന്നുള്ള ടെക്സ്ചർ വർക്കുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷനാണ് ഇവിടേക്കും വരുന്നത്. ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. നല്ല സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഔട്ടർ ഫ്രെയിം ആണ് അതിനകത്ത് ഇടുന്നത്. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം നിറയെ വില്ലകളാണ്. എല്ലാ വീടുകളിലും തന്നെ ആളുകൾ താമസമായതാണ്. നമുക്ക് ഈ ഒരു വീട് മാത്രമാണ് ഇനിയിപ്പോൾ അവർ സെയിലിനായിട്ട് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 4 കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിനകത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ധാരാളം സ്കൂളുകൾ, ഗവൺമെന്റ് സ്കൂളുകളാണെങ്കിലും CBSE സ്കൂളുകളാണെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് എളുപ്പത്തിലേക്ക് എത്തിപ്പെടാത്ത ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല നല്ല ഹോസ്പിറ്റൽസ്, നമുക്ക് രാജഗിരി ആണെങ്കിലും ആശ്ര ആണെന്നുണ്ടെങ്കിലും എവിടേക്കും ഈസി ആയിട്ട് എത്താവുന്ന രീതിയിലാണ് മെഡിക്കൽ കോളേജ് വളരെ അടുത്താണ്. അങ്ങനെ എല്ലാ ഫെസിലിറ്റികളും ഉള്ളൊരു സ്ഥലത്ത് തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എയർപോർട്ടിലേക്ക് വെറും 15 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എത്താം. ലുലുവിലേക്കൊക്കെ ആണെങ്കിൽ 13 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ കാണുന്ന വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 3 സെന്റ് സ്ഥലത്ത് 3 സെന്റ് ഓഫ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 1600 ആണ്, 1600 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു വാഹനത്തിന് വീടിന്റെ അകത്ത് നമ്മുടെ കാർ പോർച്ചിലും മറ്റൊരു വാഹനത്തിന് നമ്മുടെ വീടിന്റെ പുറത്ത് വിടാവുന്ന സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബിക്കോസ് ഇത് ലാസ്റ്റ് എൻഡിൽ വരുന്ന വീടായതുകൊണ്ട് നമുക്ക് അവിടെ ഒരു കാർ പാർക്കിംഗ് ഫെസിലിറ്റി കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2 കാറുകൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ലഭിക്കുന്നുണ്ട്. ഈ കാണുന്ന വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 55 ലക്ഷമാണ്. 55 lakhs എന്ന ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ക്യൂട്ട് ആയിട്ടുള്ള വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ലോൺ ഫെസിലിറ്റിയോട് കൂടി തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വില്ലകൾ സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.